ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം മാർക്കറ്റിലേക്കാണ്. പോകുന്ന വഴിക്ക് തന്നെ നല്ല തിരക്കാണ്. ഇവിടെ ഒരു 9 മണി തൊട്ട് 12 മണി വരെ നല്ല തിരക്കായിരിക്കും. നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം മെല്ലെ പോവാന്ന് വിചാരിച്ചാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടാനും പോകുന്നില്ല. കാരണം മീനും ചിക്കനെല്ലാം ഒരു 12, 11:30, 12 മണിയാകുമ്പോഴത്തേക്ക് അവർ ക്ലോസ് ആക്കിയിട്ട് പോകും. അപ്പോൾ ഫ്രഷ് ആയിട്ട് മീനും ചിക്കനെല്ലാം കിട്ടണമെങ്കിൽ നമുക്ക് രാവിലെ തന്നെ പോകണം. ആദ്യമൊക്കെ ഞങ്ങൾ എണീച്ച് എല്ലാം ഒരു 12 മണിയെല്ലാം കഴിഞ്ഞിട്ടാണ് മെല്ലെ പോര്. അപ്പോഴത്തേക്കും ഈ മീനിൻ്റെ കടയെല്ലാം ക്ലോസ് ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് മാർക്കറ്റിലേക്ക് വന്നത് കുറച്ച് മീനും ചിക്കനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മീൻ നമുക്ക് നോക്കി എടുത്ത് കഴിഞ്ഞാൽ അവരത് മുറിച്ച് ക്ലീനാക്കി തരും. ഇവിടെ കുറേ തരം മീനുണ്ട്. ആവോലി, ഐക്കുറ, മാസ്, പിന്നെ കറ്റ്ല, അങ്ങനത്തെ കുറേ ടൈപ്പ് ഉണ്ട്. പിന്നെ എല്ലാത്തിൻ്റെ പേരൊന്നും നമുക്കറിയൊന്നുമില്ല. ഇപ്പോൾ ഈ മുറിക്കുന്നത് തിരുത മീനാണ് കേട്ടോ. ഇത് നല്ലൊരു മീനാണ്. ഇവിടെയുള്ള കുറേ മീനിൻ്റെ ടേസ്റ്റൊന്നും നമുക്ക് അത്ര പിടിക്കണമെന്നില്ല. പിന്നെ ഇവർ ഈ മീൻ കട്ട് ചെയ്യുന്നതും ക്ലീൻ ആക്കുന്നതിൽ എത്ര വേഗമാണ്. നമ്മളൊരു കത്രിക കൊണ്ട് മീൻ കട്ടാക്കിയാൽ അത് 2 ദിവസം മുറിക്കുമ്പോൾ 3-ാമത്തെ ദിവസം പിന്നെ അതിന് മൂർച്ചയുണ്ടാവില്ല. പക്ഷേ ഇവരെത്ര ഈസി ആയിട്ടാണ് ആ മീനെല്ലാം മുറിക്കുന്നത്. മീനിൻ്റെ ചെളുക്കെല്ലാം കളഞ്ഞിട്ട് നല്ല വൃത്തിക്ക് കഴുകി നമുക്ക് എങ്ങനെയാണോ എത്ര ചെറിയ പീസാണോ ആവശ്യം അതിനനുസരിച്ച് അവർ കട്ടൊക്കെ ആക്കി തരും. പിന്നെ നമ്മളുടെ മാർക്കറ്റിൽ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ മാത്രമല്ല ഏകദേശം എല്ലാ കടകളിലും ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്നത് ഇവിടെ സ്ത്രീകളാണ്. ഇവിടെയുള്ള മിക്ക ആൾക്കാരും സാധനങ്ങൾ വാങ്ങുന്നത് ഇതുപോലുള്ള ലോക്കൽ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ്. ഇങ്ങോട്ടേക്ക് ബൈക്കിനും സൈക്കിളിനും മാത്രമാണ് ആക്സസ് ഉള്ളത്. അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ ബൈക്ക് അല്ലെങ്കിൽ സൈക്കിൾ എടുത്തിട്ട് വരും. അവരുടെ കയ്യിൽ നിറയെ സാധനങ്ങളുണ്ടാവും. ചിക്കനായാലും പന്നിയായാലും ബീഫായാലും അതേപോലെ ഇലകളായാലും അങ്ങനെ എല്ലാ പച്ചക്കറികൾ എല്ലാം വാങ്ങിയിട്ടാണ് അവരിടുന്ന് പോകുന്നത്. ഓരോ മീനും വൃത്തിയാക്കിയ ശേഷം അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇത്രയ്ക്കുള്ള പീസാണോ വേണ്ടത്, ഇത്ര വലിപ്പമാണോ വേണ്ടത് എന്നുള്ളത്. മീനെല്ലാം വാങ്ങിയ ശേഷം നമ്മൾ നേരെ പോയത് ഒരു പച്ചക്കറീൻ്റെ കടയിലേക്കാണ്. മെയിനായിട്ട് നമുക്ക് ഉള്ളി വാങ്ങാനുണ്ടായിരുന്നു. ബാക്കി പച്ചക്കറികളെല്ലാം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉള്ളി മാത്രമാണ് വാങ്ങിയത്. ഉള്ളിക്ക് ഇവിടെ വരുന്നത് നമ്മുടെ നാട്ടിലെ ഒരു 70-75 രൂപേൻ്റെ ഉള്ളിലാണ് വരുന്നത്. മാർക്കറ്റിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് നടക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഒരുവിധം ക്ഷീണം പിടിക്കും. കാരണം അത്രയ്ക്കുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഈ നടന്ന ക്ഷീണം മാറ്റാൻ നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു ഇളനീരം കുടിച്ചിട്ടാണ് പോകുന്നത്. അതിനിടയിൽ കുറച്ച് ചിക്കനും കുറച്ച് പന്നിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ നേരെ റൂമിലെത്തിയിട്ട് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കുകയാണ്. ചിക്കനെല്ലാം ബ്രസ്റ്റ് പീസാണ് നമ്മൾ വാങ്ങിയത്. എല്ലിലെ പീസ് വേണമെങ്കിൽ അങ്ങനെ കിട്ടും, ബ്രസ്റ്റ് പീസ് വേണമെങ്കിൽ അങ്ങനെ കിട്ടും, മിക്സായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും. അപ്പോൾ നമ്മളെല്ലാം മുറിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ചെറിയ പീസാക്കി വെക്കുന്നത്. നമ്മൾ ആദ്യം കത്തി കൊണ്ടാണ് മുറിച്ച് തുടങ്ങിയെങ്കിലും കത്തിൻ്റെ മൂർച്ച കുറച്ച് ചെറുതായിട്ട് കുറഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെ കത്തിരിക്ക കൊണ്ട് എളുപ്പത്തിൽ മുറിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങി. കുഞ്ഞാട്ടൻ ഇതെല്ലാം മുറിച്ച് ക്ലീൻ ആക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പന്നി എടുത്തിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഫുഡിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മൾ വാങ്ങിയ മീനും നല്ല വൃത്തിക്ക് കഴുകിയിട്ട് നമ്മൾ ബോക്സിലാക്കിയിട്ട് വെക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് അവർ അത്യാവശ്യം ചെറിയ പീസാക്കിയിട്ട് തന്നെയാണ് മുറിച്ച് തന്നത്. അതുകൊണ്ട് നമുക്കതിനെ പിന്നെ പീസാക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് എപ്പോഴും അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്നിച്ച് വാങ്ങിയിട്ട് ഒരാഴ്ചത്തേക്ക് ഒന്നിച്ച് വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിയ ഇറച്ചി മീനെല്ലാം കഴുകിയിട്ട് ചിലത് സിപ്പ് ലോക്കിലും ചിലത് ബോക്സിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി ഉച്ചക്കത്തെ പരിപാടികൾ നോക്കട്ടെ. അപ്പോൾ ബായ്.